നമ്മളിൽ പലപേരും അല്ലെങ്കിൽ നമ്മളുടെ പാരൻസോ എന്താ പറയുക ഇത് കേട്ടിട്ടുണ്ടാവും. എനിക്ക് പോകാനുള്ള വിസ വന്നു, അത് എടുക്കാൻ വേണ്ടി എനിക്ക് മുംബൈ പോകണം, ചെന്നൈ പോകണം, ന്യൂഡൽഹിയിൽ പോകണം എന്നൊക്കെ പറയും. അപ്പോൾ ആ സമയത്തെല്ലാം ഞാനെല്ലാം ആലോചിച്ചുകൊണ്ടിരുന്നത് ഇത് എന്താണ് ഈ സംഭവം എന്നാണ്. ആ സമയത്തെല്ലാം കാരണം എനിക്കിപ്പോൾ UAE-യിലേക്കെല്ലാം പോകണമെങ്കിൽ എന്താ പറയുക വിസയെല്ലാം നമുക്ക് അയക്കാം അല്ലേ. അപ്പം നമ്മുടെ ഇന്ത്യയിൽ അതായത് ലോകത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്താ പറയുക 195 രാജ്യങ്ങളും എന്താ പറയുക വിസിറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. കാരണം ജപ്പാൻ അമേരിക്ക അങ്ങനത്തെ പല രാജ്യങ്ങളും എന്താ പറയുക നോർത്ത് കൊറിയയിലേക്കും, പിന്നെ നോർത്ത് കൊറിയ, പാലസ്തീൻ, ഇസ്രയേൽ അങ്ങനത്തെ രാജ്യങ്ങളെല്ലാം പല രാജ്യങ്ങളും ബാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് എന്താണ് ടോപ്പിക്കെന്ന് വെച്ചാൽ, അപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വിസ എടുക്കാൻ വേണ്ടി ഡൽഹി പോകുന്നു, മുംബൈയിലേക്ക് പോകുന്നു. ഇതൊക്കെ ഇതിൽ ഡൽഹിയിലേക്ക് പോകുന്നത്, ഡൽഹിയിൽ പോയി വിസ എടുക്കുന്നത് എംബസിയാണ്. ആൻഡ് ബാക്കി മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ബംഗളൂരു, കൊച്ചി, തിരുവനന്തപുരം അവിടെയെല്ലാം പോയി എടുക്കുന്നത് ആക്ച്വലി അത് എംബസി അല്ല, അത് എംബസീൻ്റെ ഒരു ഓഫീസ് പോലെ പ്രവർത്തിക്കുന്ന കോൺസുലേറ്റ് ജനറലാണ്. അതിനൊപ്പം തന്നെ ഇപ്പം UK-യിലേക്കും ഓസ്ട്രേലിയ, മലേഷ്യ അങ്ങോട്ടെല്ലാം പോകുന്ന വരുമുണ്ട് ജോലി ആവശ്യത്തിനും പഠിക്കാനായാലും അല്ലെങ്കിൽ ടൂറിസ്റ്റ് ആവശ്യത്തിനും. അങ്ങനത്തുള്ളവർക്കെല്ലാം എന്താ പറയുക ഹൈ കമ്മീഷനാണ്. അതായത് ബ്രിട്ടീഷ് ഹൈ കമ്മീഷൻ, പാകിസ്ഥാൻ ഹൈ കമ്മീഷൻ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ എംബസി, എന്താണ് ഈ കോൺസുലേറ്റ് ജനറൽ, എന്താണ് ഈ ഹൈ കമ്മീഷൻ? അപ്പോൾ നമുക്കപ്പം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, എംബസി എന്ന് പറയുന്നത് മെയിൻ ഡിപ്ലോമാറ്റിക് ഓഫീസ് ഓഫ് വൺ കൺട്രി ലൊക്കേറ്റഡ് ഇൻ ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് അനദർ കൺട്രി. അതായത് ഒരു രാജ്യത്തിൻ്റെ മെയിൻ ഡിപ്ലോമാറ്റിക് ഓഫീസ് വേറൊരു രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. അതായത് ഇപ്പം നമ്മുടെ ന്യൂഡൽഹിയിൽ ഈ പറയുന്ന 195 രാജ്യങ്ങളായിട്ട് നമുക്ക് ഇന്ത്യക്ക് ഡിപ്ലോമാറ്റിക് റിലേഷൻ ഉണ്ടെങ്കിൽ പോലും 155 രാജ്യങ്ങളുടെ എംബസിയാണ് നമ്മുടെ ഈ ന്യൂഡൽഹിയിലുള്ള. അതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഓസ്ട്രേലിയ എംബസി അല്ല, സോറി, അത് ഓസ്ട്രേലിയ കോമൺവെൽത്താണ്. അപ്പം എന്താ പറയുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഫ്രാൻസ് എംബസി ഇൻ, അതായത് ഫ്രഞ്ച് റിപ്പബ്ലിക്, എംബസി ഓഫ് ഫ്രഞ്ച് റിപ്പബ്ലിക് ഇൻ ന്യൂഡൽഹി. അതായത് ഫ്രഞ്ച് എന്ന് പറയുന്നത് ഫ്രാൻസാണ്. ആ ഫ്രാൻസിൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് ഓഫീസ് നമ്മൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? നമ്മളുടെ ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് എംബസി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് അംബാസിഡറാണ് ഹെഡ് ചെയ്യുന്നത്. പിന്നെ മെയിൻലി എല്ലാം രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിലാണ്. മീൻസ് എല്ലാ രാജ്യം വെച്ചാൽ ഡിപ്ലോമാറ്റിക് റിലേഷൻ, അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യക്ക് 195 രാജ്യങ്ങളായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻ ഉണ്ടെങ്കിൽ പോലും ഈ കരീബിയൻ പിന്നെ ഓവർസീസ് ടെറിട്ടറി ആ രാജ്യങ്ങളും അങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കുണ്ട് US-ഉം UK-യും പിന്നെ എന്താ പറയുക ഫ്രാൻസ്, സ്പെയിൻ വിസ മതി. അതുകൊണ്ട് ആ രാജ്യങ്ങളെല്ലാം ഇല്ല. അപ്പം എന്താണ് ഈ എംബസിൻ്റെ മെയിൻ ജോലി എന്ന് വെച്ചാൽ ഡിപ്ലോമസി, ഫോറിൻ പോളിസി ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻ. അതായത് നമുക്കറിയാം നമ്മളെ പ്രധാനമന്ത്രി ഒരു വർഷം പല രാജ്യങ്ങളും വിസിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ വിസിറ്റ് ചെയ്ത് നല്ലൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻ നമ്മളെ പ്രധാനമന്ത്രി എന്താ പറയുക ക്രിയേറ്റ് ചെയ്യണമുണ്ട്. അങ്ങനെ നല്ല ഡിപ്ലോമാറ്റിക് റിലേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ ആ പറയുന്ന രാജ്യങ്ങളിൽ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറിന് ഈ പറയുന്ന രാജ്യങ്ങളിൽ ഇത്ര ദിവസത്തേക്ക് വിസ ഇല്ലാണ്ട് പോകാനോ അല്ലെങ്കിൽ ഈ വിസ എടുക്കാനോ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് വിസ ഓൺ അറൈവൽ എടുക്കാനോ സാധിക്കും. അപ്പം ഇതെന്ന് പറയുന്നത്, അപ്പം ഈ മെയിനായിട്ട് ഈ എംബസിൻ്റെ ഗുണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പം യൂറോപ്പിലിപ്പം ഫോർ എക്സാമ്പിൾ ചെക്ക് റിപ്പബ്ലിക് എന്ന രാജ്യമുണ്ട്. അവിടെ നിങ്ങൾ പഠിക്കാൻ പോയി, നിങ്ങളൊരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ്, ഒരു ഇന്ത്യൻ സിറ്റിസനാണ്, നിങ്ങൾ അവിടെ പഠിക്കാൻ പോയി.
പഠിക്കാൻ പോയി, നിങ്ങളൊരു 2 വർഷത്തേക്ക് പഠിക്കാൻ പോയി, 2 വർഷത്തേക്ക് പഠിച്ച് നിങ്ങൾ വന്നു. തിരിച്ച് വന്ന ശേഷം എന്താ പറയുക, നിങ്ങളെ പാസ്പോർട്ട് കളഞ്ഞുപോയി. അപ്പം പാസ്പോർട്ട് അല്ലാണ്ട് തിരിച്ച് നാട്ടിൽ വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പുതിയൊരു പാസ്പോർട്ട് അപേക്ഷിക്കുകയാണെങ്കിൽ നാട്ടിൽ വന്നാലേ നടക്കത്തുള്ളൂ. ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, അതിനെ കുറിച്ച് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഈ ചെക്ക് എന്ന് പറയുന്ന രാജ്യത്ത് നമ്മളെ ഇന്ത്യൻ എംബസി ഉണ്ട്, അതായത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, എംബസി ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ആ രാജ്യത്ത്, അതായത് ചെക്കിൻ്റെ ക്യാപിറ്റലായ പാഗിൽ നമ്മൾ ഇന്ത്യൻ എംബസി കാണാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊരു ഇന്ത്യൻ സ്റ്റുഡൻ്റാണ്, നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുന്ന യൂറോപ്പ് ഏത് സ്ഥലം വേണമെങ്കിൽ അപ്പോൾ അവിടെ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തിനുള്ള നിയറസ്റ്റ് ഇന്ത്യൻ എംബസി, മെയിനായിട്ട് ഇപ്പം ജർമ്മനിയിലും ഫ്രാൻസിലെല്ലാം എംബസികളുണ്ട്. അപ്പം അവിടെ പോയി നിങ്ങൾ ആ എംബസി ആയിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്ക് ഒരു ടെമ്പററി ആയിട്ട് ഒരു പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് നിങ്ങളെ നാട്ടിൽ എത്തിച്ച് പുതിയൊരു പാസ്പോർട്ട് അപേക്ഷിക്കാനുള്ള ഇതൊക്കെ തരും. അപ്പോൾ അതാണ്. അപ്പം അത് സാധിക്കുന്നത് ആ ഒരു പറയുന്ന രാജ്യത്ത് ഇന്ത്യൻ എംബസി ഉള്ളതുകൊണ്ട് മാത്രമാണ്, ഇന്ത്യൻ എംബസി ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഇവിടെ നേരെ ഇപ്പം ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ഫോറിനർ ഇന്ത്യ കാണാൻ വന്നു. പുള്ളിയുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. അപ്പം പുള്ളി ഭയങ്കര ടെൻസ്ഡാണ്. പുള്ളി ന്യൂഡൽഹിയിലുള്ള ഓസ്ട്രേലിയ ഈസ് നോട്ട് എംബസി, അത് ഈ ഒരു വീഡിയോ തന്നെ പറയാം. അപ്പം ഓസ്ട്രേലിയൻ്റെ ഹൈ കമ്മീഷനായിട്ട് ബന്ധപ്പെടും. അവർ എന്താ പറയുക, ടെമ്പററി ആയിട്ടൊരു പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് ഓസ്ട്രേലിയയിൽ പോയി പുതിയ പാസ്പോർട്ട് അപേക്ഷിക്കാൻ ഇതൊക്കെ ചെയ്യും. അപ്പം അതുപോലെ തന്നെ അപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള രാജ്യങ്ങളിൽ UAE ഉണ്ട്. അപ്പം എനിക്കൊരു 2025 നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറയുന്നത് സാധാ പാസ്പോർട്ടായിരുന്നു, അത് പക്ഷേ ഈ പാസ്പോർട്ടാക്കി, അതായത് ചിപ്പ് ഉൾപ്പെട്ടുള്ള ഈ പാസ്പോർട്ട്. അപ്പം ആ ഒരു ഈ പാസ്പോർട്ടുള്ള എന്ത് ചെയ്തു? ആ ഒരു ഈ പാസ്പോർട്ട് അവരിത് ചെയ്തു. അതായത് അപ്പം ഈ സാധാ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് എന്താ പറയുക, UAE താമസിക്കുന്നവർക്ക് UAE ഇന്ത്യൻ എംബസിയിൽ പോയി അവരുടെ ഈ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് അവർക്ക് പുതിയൊരു ഈ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് കിട്ടാം. അപ്പം അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. പിന്നെ എന്താ പറയുക, മെയിനായിട്ട് ഇത് ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ ഗവൺമെൻറ് റിലേഷൻ, അതായത് ഇപ്പം ഇന്ത്യ, ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയായിട്ട് നല്ല റിലേഷൻ കീപ്പ് ചെയ്യുകയാണ്, ഓസ്ട്രേലിയ ന്യൂസിലാൻഡായിട്ട് നല്ല റിലേഷൻ കീപ്പ് ചെയ്യുകയാണ്. പിന്നെ എന്താ പറയുക, അതുപോലെ തന്നെ സിറ്റിസൺസിനെ അസിസ്റ്റ് ചെയ്യും. ഇപ്പം ഒരു ഇന്ത്യക്കാരൻ യൂറോപ്പിൽ പോയി പാസ്പോർട്ട് നഷ്ടപ്പെട്ടു, അതായത് നിങ്ങൾ ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സ് സിനിമയ്ക്കകത്ത് ദിലീപിൻ്റെ പാസ്പോർട്ട് കത്തിക്കുമ്പോൾ ദിലീപ് പറയും എംബസി പറഞ്ഞ് 2 ദിവസം എടുക്കുമെന്ന്, അതുപോലെ. അപ്പം ഇനി അടുത്തത് കോൺസുലേറ്റ് ജനറൽ എന്താണെന്ന് നോക്കാം. കോൺസുലേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഒരു റീജിയണൽ ഡിപ്ലോമാറ്റിക് ഓഫീസാണ് ഓഫ് എ കൺട്രി ഇൻ എ ഫോറിൻ നേഷൻ. അതായത് നമ്മുടെ എംബസി എന്ന് പറയുന്നത് മെയിൻ ഡിപ്ലോമാറ്റിക് ഓഫീസാണ്, പക്ഷേ കോൺസുലേറ്റ് ജനറൽ എന്നൊരു റീജിയണൽ ഡിപ്ലോമാറ്റിക് ഓഫീസാണ്. ഇതെന്ന് പറയുന്നത് മെയിനായിട്ട് മേജർ സിറ്റീസ്, അതായത് മുംബൈ, ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, പിന്നെ എറണാകുളം, തിരുവനന്തപുരം, പിന്നെ അങ്ങനത്തെ പല മെയിൻ സിറ്റീസിൽ മെയിനായിട്ട് കോൺസുലേറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് മുംബൈയിലാണ്. മുംബൈയിൽ ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തിൻ്റെയും ഈ പറയുന്ന 185 രാജ്യങ്ങളിലെയും കോൺസുലേറ്റ് ജനറലുണ്ട്. അപ്പം ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? അതായത് ഈ എംബസിയാണ് വിസ ഇഷ്യൂ ചെയ്യുന്നത്. മീൻസ് നിങ്ങൾക്കിപ്പം ഫാൻസിൽ പോകണം, നിങ്ങൾക്ക് ഡൽഹി എംബസിയിൽ നിങ്ങൾക്ക് ഫാൻസ് വിസയ്ക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല, നിങ്ങൾ നേരെ കോൺസുലേറ്റ് ജനറൽ, മുംബൈയിലുള്ള കോൺസുലേറ്റ് ജനറലിൽ പോയി ബുക്ക് ചെയ്തു. നിങ്ങൾ ബയോമെട്രിക്സ് എല്ലാം കൊടുക്കും, വിസയ്ക്കുള്ള ഇൻ്റർവ്യൂ എല്ലാം കഴിയും, നിങ്ങൾ പാസ്പോർട്ട് കൊടുത്തിട്ട് പോകും. എല്ലാം ഓക്കെ ആണെങ്കിൽ വിത്തിൻ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് തരും. അപ്പം മെയിനായിട്ട് അതാണ് ചെയ്യുന്നത്. അപ്പം അതായത് ഈ എംബസി ചെയ്യുന്ന ജോലി തന്നെ ഈ കോൺസുലേറ്റ് ജനറൽ ചെയ്യും. പക്ഷേ എല്ലാവർക്കും ഒന്നും ന്യൂഡൽഹിയിൽ പോയി അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം
എംബസി എന്ന് പറയുന്നത് എംബസിക്ക് വിസ അല്ലാണ്ട് പല രാജ്യങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നേപ്പാളും ഭൂട്ടാനെല്ലാം എന്താ പറയുക, ഇന്ത്യക്കാർക്കും പിന്നെ നേപ്പാളീസിനും ഭൂട്ടാൻസിനും ഇന്ത്യയിലേക്ക് വരാനെല്ലാം വിസ ഫ്രീ ആണ്. അപ്പോൾ അവർക്ക് സത്യം അവർക്ക് നോൺ ഇന്ത്യ വിസ അവർക്ക് എന്താ പറയുക, അവരുടെ നാഷണൽ ID കാർഡ് കാണിച്ചാൽ അത് നമ്മളിവിടുത്തെ ആധാർ പോലത്തെ ID കാർഡ് കാണിച്ചാൽ ദേ ക്യാൻ ക്രോസ് ബോർഡർ. ഇത് ലാൻഡ് വഴിയാണ്, ഫ്ലൈറ്റ് വഴി പോകുമ്പോൾ ഇമിഗ്രേഷൻ ഉണ്ട്. പക്ഷേ എന്താ പറയുക, പക്ഷേ ആ രാജ്യങ്ങൾ, ശ്രീലങ്ക, ഈ പറയുന്ന ഈ 3 രാജ്യങ്ങളുടെയും എംബസി നമ്മൾ ഇന്ത്യയിലുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം നേപ്പാളിൽ നിന്ന് ഡെയിലി ആളുകൾ ഇന്ത്യയിൽ വന്ന് ജോലി എടുത്തിട്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അപ്പം കോൺസുലേറ്റ് ജനറൽ വെച്ചാൽ എന്താ പറയുക, എംബസീൻ്റെ മെയിൻ ജോലി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, എംബസീൻ്റെ കീഴിലോ അല്ലെങ്കിൽ ഹൈ കമ്മീഷൻ്റെ കീഴിലോ ആണ് വർക്ക് ചെയ്യുക. എന്താ പറയുക, വിസ കൊടുക്കാനും പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനും. അതായത് ദുബായിലാണ് ഏറ്റവും കൂടുതൽ, ദുബായിലാണ് മിക്ക ഇന്ത്യക്കാരും ഉള്ളത്. അപ്പോൾ അവർക്ക് ദുബായിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിലാണ് അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുക. പിന്നെ എന്താ പറയുക, റീജിയണൽ മാറ്റേഴ്സ് സംസാരിക്കും. പിന്നെ എന്താ പറയുക, ട്രേഡും ടൂറിസവും കൾച്ചറൽ പ്രൊമോട്ട് ചെയ്യും. പിന്നെ എന്താ പറയുക, ഹെൽപ്പ് സിറ്റിസൺ ഡ്യൂറിങ് എമർജൻസീസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫോറിനർ ഇവിടെ വന്നിട്ട് പാസ്പോർട്ട് നഷ്ടപ്പെട്ട ആ ഫോറിനർ ഏത് രാജ്യത്തുനിന്ന് ആ രാജ്യത്തെ എംബസി ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ ദേ ക്യാൻ ഇഷ്യൂ ടെമ്പററി. കാരണം ടെമ്പററി ആയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല, അത് നാട്ടിൽ പോയിട്ട് പുതിയൊരു അപേക്ഷിച്ച് കിട്ടുന്ന ആ ഒരു ടൈം. ഇനി അടുത്തത് ഹൈ കമ്മീഷൻ. അതായത് എംബസി പറഞ്ഞ സമയത്ത് ഞാൻ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു. ആക്ച്വലി ഓസ്ട്രേലിയ ഈസ് നോട്ട് ആൻ എംബസി. അതായത് ഈ എംബസി എന്ന് പറയുന്നത് നോൺ കോമൺവെൽത്ത് കൺട്രീസിനുള്ളതാണ്. കോമൺവെൽത്ത് കൺട്രീസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, അതിനെ കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പം ഹൈ കമ്മീഷൻ ഈസ് ദ മെയിൻ ഡിപ്ലോമാറ്റിക് മിഷൻ ഓഫ് വൺ കോമൺവെൽത്ത് കൺട്രി ഇൻ അനദർ കോമൺവെൽത്ത് കൺട്രി. അതായത് നമ്മൾ ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും മലേഷ്യ ഈ രാജ്യങ്ങളെല്ലാം കോമൺവെൽത്ത് കൺട്രീസാണ്. ബ്രിട്ടീഷ് ഹൈ കമ്മീഷൻ, പാകിസ്ഥാൻ ഹൈ കമ്മീഷൻ, അങ്ങനെയൊക്കെ വരും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഹൈ കമ്മീഷനാണ്. ഇത് നമ്മളെ എംബസി പോലെ എന്താ പറയുക, ഒരു ക്യാപിറ്റൽ സിറ്റിയിലായിരിക്കും. നമ്മൾ എംബസി ചെയ്യുന്ന സെയിം ജോലി തന്നെ, ഡിപ്ലോമസി, ഫോറിൻ പോളിസി, പൊളിറ്റിക്കൽ റീസൺസ്. പിന്നെ എന്താ പറയുക, റെപ്രസെൻറ്റേറ്റീവ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, പിന്നെ ഓവർസീസ് കോൺസുലേറ്റ് ജനറൽ. ഓക്കെ. അപ്പം ഇതെന്താണ് ചെയ്യുന്നത്, നമ്മളെ എംബസി എന്ന് പറയുന്നത് നോൺ കോമൺവെൽത്ത് നേഷൻസ് ആണ്. അതായത് യു എസ് കോമൺവെൽത്ത് നേഷൻ അല്ല, കാനഡ, പിന്നെ അതൊക്കെ വരും. പക്ഷേ UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, മലേഷ്യ ഇതൊക്കെ ഹൈ കമ്മീഷനാണ്. അതായത് ഇതൊക്കെ കോമൺവെൽത്ത് കൺട്രീസിൻ്റെ മെമ്പറാണ്. പിന്നെ അതൊക്കെ വരും. അപ്പോൾ അതുപോലെ പക്ഷേ നമ്മൾ ഇന്ത്യ ആക്ച്വലി കോമൺവെൽത്ത് കൺട്രീസിൻ്റെ മെമ്പറാണോ അല്ലേന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്താ പറയുക, ഈ പറയുന്ന ഓസ്ട്രേലിയൻ്റെ ക്യാപിറ്റലായ കാൻബറയിൽ കോമൺവെൽത്ത് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് അവിടുത്തെ ഒരു ഡിപ്ലോമാറ്റിക് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ എംബസീൻ്റെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. എന്താ പറയുക, എഗ്രിമെൻറ്റും ട്രീറ്റീസും നെച്ചറിയും നാച്ചുറൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ എന്താ പറയുക, സിറ്റിസൺസിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താ പറയുക, കോർഡിനേറ്റ്സ് കൺസോൾട്ട് അതർ സിറ്റീസ്. അതായത് അപ്പം അതാണ്. അപ്പം ബേസിക്കലി എംബസി എന്ന് പറയുന്നത് നോൺ കോമൺവെൽത്ത് നേഷൻസിന് ഹൈ കമ്മീഷനാണ്. ഇപ്പം പാകിസ്ഥാൻ ഹൈ കമ്മീഷൻ, ബ്രിട്ടീഷ് ഹൈ കമ്മീഷൻ, ഓസ്ട്രേലിയ ഹൈ കമ്മീഷൻ, ന്യൂസിലാൻഡ് ഹൈ കമ്മീഷൻ ഓഫ് മലേഷ്യ, അങ്ങനെയൊക്കെ വരും. അപ്പം പലവർക്കുള്ളൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, ഈ എംബസി എന്ന് പറയുന്നത് എംബസി എന്ന് ആക്ച്വലി പറയുന്നത് വിസ കൊടുക്കുക മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ ഡിപ്ലോമാറ്റിക് റിലേഷൻ കീപ്പ് ചെയ്യാനും. അപ്പം ജപ്പാനിൽ നോർത്ത് കൊറിയൻ എംബസി ഇല്ല. ഇപ്പോൾ ഏഷ്യയിൽ നോർത്ത് കൊറിയൻ എംബസി ഉള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയും ചൈനയും മാത്രമേ ഉള്ളൂ. റഷ്യയിൽ കാണും. ഈ പറയുന്ന GCC കൺട്രീസിൽ എവിടെയും നോർത്ത് കൊറിയൻ എംബസി ഇല്ല. അഫ്ഗാനിസ്ഥാൻ്റെ എംബസി പല രാജ്യത്ത് സസ്പെൻഡ് ചെയ്തു. നമ്മൾ ഇന്ത്യ അപ്പോൾ ബേസിക്കലി ഈ 195 രാജ്യങ്ങളും നിങ്ങൾക്ക് സഞ്ചരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യാത്ര ചെയ്യാം. കാരണം
കാരണം ഇപ്പം ജപ്പാൻ പാസ്പോർട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും നോർത്ത് കൊറിയയിലേക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ അമേരിക്കൻ പാസ്പോർട്ടുള്ള ഒരാൾക്ക് ക്യൂബയിലും നോർത്ത് കൊറിയ അങ്ങനത്തെ രാജ്യങ്ങളൊന്നും പോകാൻ പറ്റില്ല. മീൻസ് മിക്ക രാജ്യങ്ങളും നോർത്ത് കൊറിയയും അഫ്ഗാനിസ്ഥാനെയും തുർക്ക്മെനിസ്ഥാൻ ബാൻ ചെയ്തിട്ടില്ല. പക്ഷേ അഫ്ഗാനിസ്ഥാനെയും നോർത്ത് കൊറിയനെയും ബാൻ ചെയ്തേക്കുകയാണ്. പക്ഷേ നമ്മൾ ഇന്ത്യ അങ്ങനെ ബാൻ ചെയ്തിട്ടില്ല. സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഒന്നെന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് മിഷൻ. എംബസീൻ്റെ മെയിൻ മിഷൻ എന്ന് പറയുന്നത് മെയിൻ ഡിപ്ലോമാറ്റിക് ഫങ്ഷനാണ്. കോൺസോളിയേറ്റ് ഒരു റീജിയണൽ ബ്രാഞ്ച് ഓഫീസാണ്. ഹൈ കമ്മീഷൻ എന്ന് പറയുന്നത് മെയിൻ ഡിപ്ലോമാറ്റിക് മിഷൻ തന്നെയാണ്. ഇതെന്ന് പറയുന്നത് കൺട്രീസ് ഇൻവോൾവ് നോക്കുകയാണെങ്കിൽ നോൺ കോമൺവെൽത്ത് കൺട്രീസ് ആണ്. പിന്നെ കോൺസോളിയേറ്റിന് എല്ലാ രാജ്യങ്ങളിലെയും. പിന്നെ ഹൈ കമ്മീഷൻ കോമൺവെൽത്ത് നേഷൻസിൻ്റെ. ലൊക്കേഷൻ എന്ന് പറയുന്നത് എംബസിയും ഹൈ കമ്മീഷനും ക്യാപിറ്റൽ സിറ്റിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ കോൺസോളിഡേറ്റ് ജനറൽ മേജർ സിറ്റീസിൽ ലൊക്കേറ്റ് ചെയ്യും. പിന്നെ അതോറിറ്റി ലെവൽ നോക്കുകയാണെങ്കിൽ എംബസിയാണ് ഹയസ്റ്റ് അതോറിറ്റി. എംബസിയും ഹൈ കമ്മീഷൻ ഹയസ്റ്റ് അതോറിറ്റിയാണ്. പിന്നെ കോൺസോളിഡേറ്റ് എന്ന് പറയുന്നത് എംബസീൻ്റെയോ ഹൈ കമ്മീഷൻ്റെ കീഴിലുള്ളതാണ്. എംബസീൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമസി ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻസ് ആണ്. കോൺസോളിഡേറ്റിൻ്റെ മെയിൻ പർപ്പസ് എന്നാണ് വിസ കൊടുക്കുക, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുക, സിറ്റിസൺ സർവീസ് കൊടുക്കുക. പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹോം കൺട്രി അല്ലാണ്ട് വേറെ രാജ്യത്ത് പോകുക, അതാണ്. ഹൈ എംബസീൻ്റെ സെയിം തന്നെയാണ്. പിന്നെ എംബസിയിൽ പബ്ലിക് സർവീസസ്, എംബസിയിൽ ഹൈ കമ്മീഷനിലും പബ്ലിക് സർവീസ് ലിമിറ്റഡ് ആണ്. കോൺസോളിഡേറ്റിൽ പ്രൈമറി ഫങ്ഷനാണ്. പിന്നെ എംബസിയും ഹൈ കമ്മീഷനും ഒന്നു മാത്രമേ കാണത്തുള്ളൂ. പിന്നെ കോൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് പല സ്ഥലത്താണ്. ഇപ്പം മുംബൈയിലും കൊൽക്കത്തയിലും ചെന്നൈയിലും വരെ ഉണ്ട്. പിന്നെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ US എംബസി, ന്യൂഡൽഹിയിൽ US എംബസി ഉണ്ട്. US കോൺസോളിഡേറ്റ് മുംബൈയിലുണ്ട്. പിന്നെ UK ഹൈ കമ്മീഷൻ ന്യൂഡൽഹി. അപ്പം ആ ഒരു ഡിഫറൻസിൻ്റെ ടേബിൾ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പം മെയിനായിട്ട് എംബസി ഫോക്കസ് ചെയ്യുന്നത് ഈസ് ഫോക്കസിങ് മോർ ഓൺ ഡിപ്ലോമാറ്റിക് റിലേഷൻ. പക്ഷേ എന്നാലും ഇപ്പം വിസ ഫ്രീ ആയാലും ആ രാജ്യത്തിന് ഇപ്പം ഭൂട്ടാനും നേപ്പാളും ശ്രീലങ്കയെല്ലാം അൺലിമിറ്റഡ് ആണ്. അതായത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും അവിടെ നിൽക്കാം വിസ ഇല്ലാണ്ട്. അപ്പം അങ്ങനെയാണ്. പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് 3 രാജ്യങ്ങളുടെ കോൺസോളിഡേറ്റ് ജനറലാണ് ഉള്ളത്. അതായത് പലവർക്കും അറിയായിരിക്കും നമ്മളെ മണക്കാടുള്ള UAE എംബസി, അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ കോൺസോളിഡേറ്റ് ജനറൽ നമ്മളെ തിരുവനന്തപുരത്തുണ്ട്. പിന്നെ പട്ടം കുമാരപുരം റോഡിൽ എവിടെയോ മാൽഡീവ്സിൻ്റെ എംബസി ഉണ്ട്. അവിടെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ശ്രീലങ്കൻ എംബസി ഉള്ളത്. എംബസി അല്ല, കോൺസോളിഡേറ്റ് ജനറൽ. ഓക്കെ, എംബസി നമ്മളെ ഡൽഹിയിലുള്ള ന്യൂഡൽഹിയിലുള്ള എംബസിയാണ്. ബാക്കിയാണ് ഇപ്പം മലേഷ്യൻ്റെ കോൺസോളിഡേറ്റ് ജനറൽ കൊച്ചിയിലുണ്ട്, ചെന്നൈയിലുണ്ട്, അങ്ങനെ പല രാജ്യത്തും ഉണ്ട്. അപ്പം എംബസി എന്താണ്, കോൺസുലേറ്റ് ജനറൽ എന്താണ്, പിന്നെ ഹൈ കമ്മീഷൻ, ഇതിൽ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് തോന്നുന്നു. വീഡിയോയ്ക്ക് കുറച്ച് ഡ്യൂറേഷൻ ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്, കാരണം എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ കുറച്ചും കൂടി പറയാൻ പറ്റും. സോ പുതിയൊരു വീഡിയോ കാണാം. അപ്പം അടുത്ത ദിവസം കോമൺവെൽത്ത് കൺട്രീസും പിന്നെ ഇങ്ങനെ വിസേൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അപ്പം